ഒരാൾ എന്ത് ചെയ്യാം, എന്തൊക്കെ ചെയ്യാം, ഒരാൾക്ക് ഇത്രയൊക്കെ ആകാം, മറ്റൊരാൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല, ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ സമൂഹം നമ്മുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്നതായ ചില ഇമേജുകൾ, അല്ലെങ്കിൽ നമുക്കില്ലാത്ത കാര്യങ്ങൾ നമുക്കുണ്ട് എന്ന് സമൂഹത്തിനെ തോന്നിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടാണ് ഈ ഇമേജുകൾ നിലനിൽക്കുന്നത്. സാധാരണ ആളെ സംബന്ധിച്ചിടത്തോളം അവനെ കല്യാണം ആലോചിക്കുമ്പോൾ പെണ്ണുവീട്ടുകാർ ചെന്ന് പറയുന്ന ഒരു ചെറിയ ഇമേജ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കാര്യമായ ഒരു വിഷയമായി വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ, ഒരു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കെല്ലാം ഇമേജ് എന്ന് പറയുന്നത് അയാളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇതിൻ്റെ ആക്രമണ പ്രത്യാക്രമണം ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ഒരുത്തൻ്റെ ഇമേജിമേറ്റ് തട്ട നമ്മുടെ സന്ദേശം സിനിമയിൽ പറയുന്ന പോലെ ഒരാളുടെ ഇമേജ് കളഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരാളുടെ വലിയ തോതിലുള്ള ആസറ്റ് കളഞ്ഞെടുക്കലായിട്ട് ഉള്ള കാര്യമാണ്. അയാളുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അയാളുടെ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിലൂടെ നമ്മുടെ അധികാരം, പണം, പ്രശസ്തി, ഒരുപാട് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നതുകൊണ്ടാണ് ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.